ബ്രഹ്മചര്യത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ബ്രഹ്മചര്യം ദൈവാകാശത്തിന് കീഴിലുള്ള എല്ലാ മതങ്ങളും ഗ്രൂപ്പുകളും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അനുഷ്ഠാനമാണ്. പക്ഷേ അത് ബ്രഹ്മചര്യം സ്ത്രീ പുരുഷ ബന്ധത്തെ രണ്ടാം തരം ഇടപാടായിട്ടാണ് കാണുന്നത്. അത് തെറ്റാണ്. ബ്രഹ്മത്തിൽ ചലിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും മൂർത്തിയിൽ ചലിക്കുക എന്നല്ല. മതങ്ങളിലത് ഉപാസനാമൂർത്തിയിൽ സമർപ്പിച്ച് അവരുടെ ഇംഗിതത്തിനൊട്ട് ചലിക്കുന്നതിനാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. വിവാഹം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇണ ചേരുന്നത് താഴ്ന്ന എന്തോ ഒരു സംഭവമായിട്ടാണ് ഇവരൊക്കെ കാണുന്നത്. ഞാൻ നോക്കിയിട്ട് എൻ്റെ അനുഭവം ഏറ്റവും മനോഹരമായ അനുഭവമാണ് ഇണചേരൽ. അത് മൃഗങ്ങൾക്കായാലും മനുഷ്യർക്കായാലും. ഈ ഒരു അറിവില്ലായ്ക ഇണചേരലിനെ വളരെ താഴ്ന്ന ഒരു കാര്യമായിട്ട് വ്യാഖ്യാനിച്ച് ആളുകളെ പാതി വെന്ത ചോറ് പോലെയാക്കുന്ന പരിപാടി മനുഷ്യകുലത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അനാചാരങ്ങളും അനേകത്തിലുള്ള ആത്മീയ കുഴപ്പങ്ങളും എല്ലാം വ്യക്തികൾക്കുണ്ടാകുന്നുണ്ട്. അതൊന്നും സൈക്കോളജിക്കലായിട്ട് സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങളല്ല. ഈ മതങ്ങൾ പറയുന്ന ഈ ആത്മീയത കൊണ്ടാണ് വലിയ അളവിൽ ക്രിമിനലിസം പോലും ഉണ്ടാകുന്നത്. ഒരു വ്യക്തിക്ക് അവനിണങ്ങുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവൾക്കിണങ്ങുന്ന ഒരു ഭർത്താവിനെ കിട്ടിയാൽ പകുതിയും ക്രിമിനലിസം ഇല്ലാതാവും. അതിനെയും മതങ്ങൾ സമ്മതിക്കില്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമ്മതിക്കില്ല. പിന്നെ എന്ത് ചെയ്യും?